ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ച് തുർക്കി. നെതന്യാഹു ഉൾപ്പെടെ 37 പേർക്കെതിരെയാണ് ഇസ്താംബുൾ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചത്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും തുടരുന്നതായി തുർക്കി പ്രസ്താവനയിൽ വിശദീകരിച്ചു. നെതന്യാഹുവിനു പുറമെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ്, സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ, സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ തുടങ്ങിയ 37 ഇസ്രായേൽ നേതാക്കൾക്കെതിരെയാണ് തുർക്കിയുടെ അറസ്റ്റ് വാറണ്ട്. മുഴുവൻ പട്ടികയും തുർക്കി പുറത്തുവിട്ടിട്ടില്ല. ഗാസയിൽ മുമ്പ് തുർക്കി നിർമ്മിച്ചു നൽകിയ തുർക്കി പലസ്തീൻ സൗഹൃദ ആശുപത്രി മാർച്ചിൽ ഇസ്രായേൽ തകർത്തെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. തുർക്കിയുടെ പ്രഖ്യാപനത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയുടെ നീതി, മാനവികത, സാഹോദര്യം എന്നീ മൂല്യങ്ങളോട് തുർക്കി ജനതയും അവിടുത്തെ നേതാക്കളും കാണിക്കുന്ന ആത്മാർത്ഥമായ നിലപാടുകൾ അഭിനന്ദനീയമാണെന്ന് ഹമാസ് പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നടപടി ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിലും തുർക്കി കക്ഷി ചേർന്നിരുന്നു. അതേസമയം തുർക്കിയുടെ അറസ്റ്റ് വാറണ്ട് PR സ്റ്റണ്ടാണെന്ന് ഇസ്രായേൽ വിമർശിച്ചു. സ്വേച്ഛാധിപതിയായി തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗാന്റെ ഏറ്റവും പുതിയ PR സ്റ്റണ്ടിനെ ഇസ്രായേൽ അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ എക്സിലൂടെ പ്രതികരിച്ചു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ആഹ്വാനങ്ങളുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച സമാധാന പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. എന്നാൽ തുടരെ ഗാസയിൽ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ കരാർ ലംഘനം നടത്തുകയാണ്. സ്വയം പ്രതിരോധമെന്ന ന്യായം നിരത്തിയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ. ഗാസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഉടൻ എത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസ് പോരാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച തുടരുകയാണ്. ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഇസ്രായേലിന് കൈമാറിയിട്ടുമുണ്ട്. റഫ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. ഹമാസുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിനായി ഗാസയിൽ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സേന ഉടൻ എത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇടക്കാല സേനയ്ക്ക് 2 വർഷം ഭരണചുമതല നൽകുന്ന ചർച്ചകൾ US രക്ഷാസമിതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഈജിപ്ത്, ഖത്തർ, UAE, സൗദി അറേബ്യ, തുർക്കി എന്നിവരുടെ പിന്തുണയോടെ 20,000 സൈനികരാണ് എത്തുക. ഹമാസിന്റെ നിരായുധീകരണവും വിദേശ സേനയുടെ ചുമതലയാകും. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം 197 ആക്രമണങ്ങളിലായി 240 പലസ്തീനികളാണ് ഇതിനകം ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന 150 വരുന്ന ആൾക്കാരുടെ മോചനം സംബന്ധിച്ച് ചർച്ച തുടരുന്നതായി മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു. ആയുധങ്ങൾ ഉപേക്ഷിച്ചാൽ ഇവർക്ക് സുരക്ഷിത പാത ഒരുക്കാമെന്ന നിർദ്ദേശത്തിലൂന്നിയാണ് ചർച്ച. എന്നാൽ തുരങ്കങ്ങൾ തകർത്ത് ഹമാസിനെ നിരായുധീകരിക്കും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ഭീഷണി മുഴക്കി. ഇനി 5 മൃതദേഹങ്ങൾ കൂടിയാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറാനുള്ളത്. അതിനിടെ എബ്രഹാം ഉടമ്പടിയിലേക്ക് കസാഖിസ്ഥാനും സന്നദ്ധത അറിയിച്ചത് നേട്ടമാണെന്ന് ട്രംപ് പറഞ്ഞു. ഇസ്രായേലും അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ, UAE എന്നീ രാജ്യങ്ങൾ നേരത്തെ ചേർന്നിരുന്നു. 1992 മുതൽ തന്നെ കസാഖിസ്ഥാൻ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യം കൂടിയാണ്. അതിനിടെ മെക്സിക്കോയിലെ ഇസ്രായേലിന്റെ അംബാസഡർ ഈനത്ത് ക്രാൻസ് നെയ്ഗറിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ട്. ഈ ഗൂഢാലോചന US, ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ മെക്സിക്കോ അധികൃതർ തകർത്തുവെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ആയിരുന്നു ഇതിന് പിന്നിലെന്നും US പറഞ്ഞു. ഇസ്രായേൽ അധികൃതർ വെള്ളിയാഴ്ച ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. IRGCയുടെ വിദേശത്തെ ഓപ്പറേഷനുകൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഖുദ്സ് ഫോഴ്സ് ആണ് കഴിഞ്ഞ കൊല്ലം അവസാനത്തോടെ ഈനത്തിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയത് എന്ന് ദ ടൈംസ് ഓഫ് ഇസ്രായേലും ആക്സിയോസും രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.